ഉരുൾപൊട്ടൽ ദുരന്ത പ്രദേശത്ത് സമരവുമായി വയനാട് ചൂരൽമലയിലെ പടവട്ടിക്കുന്ന് നിവാസികൾ പുനരധിവാസ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് പ്രതിഷേധമായി രംഗത്തുള്ളത്. ബെയിലി പാലത്തിലൂടെ പ്രതിഷേധക്കാർ മാർച്ചും നടത്തി. അവിടെ താമസിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ചുറ്റുപാടാണ്. ഞങ്ങൾക്ക് വീട് കിട്ടണം. ഞങ്ങളന്ന് മേലെ കൂടി ഞങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിപ്പോയി. ഞങ്ങളൊക്കെ നടു റോട്ടിൽ ഓടാത്ത ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി. ഇന്ന് ഈ സർക്കാരത്ത് ഞങ്ങൾ 27 വീടുകൾ താഴെ ഓടിക്കുകയാണ്. നിങ്ങൾ ഈ ചാനലിൻ്റെ മുന്നിലും ഈ ജനങ്ങളെ മുന്നിലൊന്നും ഞങ്ങൾക്ക് വന്ന് നിൽക്കേണ്ടില്ലായിരുന്നു. ഞങ്ങൾ എന്തിൻ്റെ ജീവൻ കൊണ്ട് ഞങ്ങൾക്ക് അന്ന് മരിക്കാൻ ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾക്ക് താഴെ ഓടാത്തിരുന്ന് ഞങ്ങളെ മനസ്സിലൊക്കെ കുറ്റബോധമുണ്ട്. ഞങ്ങൾ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ എത്ര ദിവസമായി, ഇത് 8 മാസമായില്ലേ, ഞങ്ങൾ ഓരോ പടിയും കയറി ഇറങ്ങി ഓരോ ചാലിൻ്റെ മുന്നിൽ വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തൊലി ഉരിയൽ തുടങ്ങുന്നുണ്ട്. ചെറിയ മക്കളും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മക്കളെയും കൂട്ടി ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് വഴിയും വേണ്ട, വെള്ളവും വേണ്ട, റോഡും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്കൊരു വീട് മതി, വേറെ ഒന്നും വേണ്ട. ചൂരൽമലയിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് ചെയ്യുന്നു. സുർജിത്ത്, ഈ പടവട്ടിക്കുന്ന് പറയുന്ന ആ പ്രദേശം ഈ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അത്രയും പേറി, കാഴ്ചകൾ അത്രയും പേറി ഒരു ശ്മശാന ഭൂമി പോലെ നടക്കുന്ന സ്ഥലമാണ്. റോഡില്ല, അവിടെ വൈദ്യുതി ഉണ്ടോ എന്നറിയില്ല. അവിടെ പോയി ഇവരോട് താമസിക്കാൻ പറയുന്നതിൻ്റെ യുക്തി എന്താണ് സുർജിത്ത്? തീർച്ചയായും അതാണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകളിലൊന്ന്. ഇത് മാത്രമല്ല, ഈ പടവട്ടിക്കുന്ന് മാത്രമല്ല, തൊട്ടപ്പുറത്ത് റാട്ടപ്പടി, അതായത് റാട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അച്ചമ്മൽ മുണ്ടക്കൈ ഭാഗത്തേക്ക്, ബെയിലിപ്പാലം കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുമ്പോൾ സെൻറ്റിനൽ റോക്കിനടുത്ത് ഒരു ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയോട് ചേർന്ന് റാട്ടപ്പാടി എന്ന് പറയുന്ന 4 പാടികൾ, അവിടെ മൊത്തം 6 പാടികളാണുള്ളത്. അതിൽ 2 പാടികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, പക്ഷേ 4 പാടികളെ ഒഴിവാക്കി. മുണ്ടക്കൈയിൽ സമാനമായ രീതിയിൽ തന്നെ ചില പാടികൾ ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ പുനരധിവാസ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആളുകൾ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പരസ്യ പ്രതിഷേധത്തിലേക്ക് പടവട്ടിക്കുന്ന നിവാസികൾ എത്തിയത്. 27 കുടുംബങ്ങളെയാണ് അവിടെ നിന്നും അവർ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു പ്രതിഷേധം നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സമരത്തിൻ്റെ ഭാഗമായി, ഒപ്പം തന്നെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബാബു, വാർഡ് മെമ്പർമാരായിട്ടുള്ള നൂറുദ്ദീൻ, സുകുമാരൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളടക്കം ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. മാത്രമല്ല, ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികളും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. സമരം ശക്തമാക്കാനുള്ള തീരുമാനം തന്നെയാണ് ആക്ഷൻ കൗൺസിലുകൾ നടപ്പാക്കുന്നത്. അതായത് നാളെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി കളക്ടറേറ്റ് ഉപരോധിക്കുക എന്നുള്ള നിലയിലേക്ക് അത്തരത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രേഖകളടക്കം കളക്ടർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടുള്ള പ്രതിഷേധമാകും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും പൊരുത്തക്കേടുകളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് പടവട്ടിക്കുന്ന് നിവാസികൾ എത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. ചൂരൽമലയിൽ നിന്നാണ്. പടവട്ടിക്കുന്ന് നിവാസികൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി താമസിക്കാൻ അവരോട് പറയുന്നത് തന്നെ ക്രൂരമാണ്. ഇപ്പോൾ ഈ 8ാം മാസമാണ് നമ്മൾ നിൽക്കുന്നത്. 8ാം മാസവും നേരാമണ്ണം ഒരു പുനരധിവാസ ലിസ്റ്റ് പോലും ഉണ്ടാക്കാൻ ബന്ധപ്പെട്ടവർ കഴിയുന്നില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് മാത്രമല്ല, അങ്ങേയറ്റം എന്താണ് ഒരു കഴിവുകെട്ട നടപടി എന്ന് തന്നെ വേണം പറയാൻ.